അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള ഒരു കനത്ത വാക്ക് ഇവർക്കറിയാവുന്ന നോക്കിയാലോ? അങ്ങനെ ഒരു വാക്ക് ഷറഫ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു നോക്കിയാലോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതാണ് പറഞ്ഞോ, അതാണെന്നോ ഒരു എക്സാമ്പിൾ അല്ലേ? എക്സാമ്പിൾ പറഞ്ഞ ഞാൻ അടുത്ത് പറയാം, അതുപോലത്തെ പറയാം. മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വീണക്കറിയോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഒരു തലമുറ. അങ്ങനെ നിക്കരുത് കേട്ടാ, അങ്ങനെ നിക്കരുത്. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചേക്കണം കേട്ടാ. പക്ഷെ ഇതിന് ഇടയിലുള്ള തലമുറ ആയതുകൊണ്ട് അതും അറിയില്ല ഇതും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അറിയില്ല. സ്കിബിഡി ഒഹായോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എനിക്കറിയില്ല അതെന്ത് സാധനം. വീണ. സ്കിബിഡി എന്താ കണ്ടുപിടിച്ചോ? അതെന്താ ഇങ്ങനെയൊന്നും എഴുതിയിടല്ലോ. അടിയിൽ വരുന്ന കമന്റുകളെ കുറിച്ച് എനിക്ക് പേടിയാവുന്ന. എനിക്ക് വേണ്ടി ആരോൺ സംസാരിക്കും. എന്താടാ സ്കിബിഡി ഒഹായോ എന്ന് പറയുന്നത്? ഇല്ല, എന്തായിരുന്നു അത്? അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ജെൻസി എന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, എല്ലാ നിങ്ങളുടെ അതേ ജനറേഷൻ ബേസിക്കലി അമേരിക്കൻ കുറച്ച് ഈ പഴയ കുറെ പേർക്ക് ഇപ്പോഴും സ്കിബിഡിയോ വറുത്താണോ തിന്നുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അതാണ് ഇതിന്റെ അർത്ഥം വീണെന്ന്. ഞാനിത് ഇതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ സാധനം ഇടണ വേണ്ടി വന്ന് ഞാൻ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇടൂല. അതെ, അത്രക്ക് സാധനമാണ് എനിക്ക്. അല്ല അത്ര സീരിയസ് ഒന്നും അല്ല. ഫൺ.